സാർ, CPM-ന്റെ പാലക്കാട്ടെ ഒരു മുഖമായിരുന്നു PK ശശി. ഒരുപാട് കേസുകളൊക്കെ വന്നു, പിന്നെ അതിൽ നിന്നൊക്കെ ഊരി. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ തന്നെ മണ്ണാർക്കാട് നഗരസഭ ഒരു ആയുർവേദ ആശുപത്രി സ്ഥാപിക്കുന്നു. അതിന് ഉദ്ഘാടന ചടങ്ങിൽ ശശിയെ ക്ഷണിക്കുന്നു. ശശി അവിടെ പോയി പ്രസംഗിച്ചത് കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാൽ പഴയ ബിലാലാണെന്നൊക്കെ പറയുന്ന ഒരു സിനിമ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പാർട്ടിയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടിലേക്കാണ് നീങ്ങുന്നത്. പാർട്ടിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് PK ശശി. അപ്പോൾ അതിനകത്തൂടെ നോക്കുമ്പോൾ എന്തോ സംഭവം ഇല്ലേ? അതെന്താന്ന് വെച്ചാൽ UDF ഭരിക്കുന്ന നഗരസഭയാണ് മണ്ണാർക്കാട് നഗരസഭ. അപ്പോൾ UDF-ന്റെ ചടങ്ങിലാണ് പാർട്ടി വിലക്ക് ലംഘിച്ചിട്ട് PK ശശി പങ്കെടുത്തിരിക്കുന്നത്. PK ശശിക്കെതിരെ പാർട്ടി നടപടിയൊക്കെ ഉണ്ടായതാണ്. അവിടെ വലിയ വിഭാഗീയത നിലനിൽക്കുന്ന സ്ഥലമാണ് പാലക്കാട്. സിനുവിന് അറിയാമായിരിക്കുമല്ലോ, പാലക്കാട് ജോലി ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് മറ്റേ ബാലനും ഒക്കെ, പിന്നെ രാജേഷ്, അതെ, ഇങ്ങനെയൊക്കെ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ശശി നടപടി എടുത്തിട്ട് KTDC ചെയർമാൻ എന്നുള്ള സ്ഥാനം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ UDF-ന്റെ ഈ അവിടെ പുതിയ ആയുർവേദ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൽ മറ്റേ മുഖ്യാതിഥി ആയിരുന്നു PK ശശി. PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ വേദിയിലുണ്ടായിരുന്നു. VK ശ്രീകണ്ഠൻ, VK ശ്രീകണ്ഠൻ MP, PK ഷംസുദ്ദീൻ MLA ഇവരൊക്കെ ഉള്ള ഒരു ചടങ്ങിലാണ് ഇദ്ദേഹം പങ്കെടുത്തത്. സാധാരണഗതിയിൽ നല്ല ചുമന്ന നിറമുള്ള ഷർട്ടൊക്കെ ഇട്ടല്ലേ ശശിയെ കാണുക, കളർഫുൾ ഷർട്ടാണ്. അതെ, അപ്പൊ ശശി തവണ വെളുത്ത ഷർട്ട്, ഖദറിനോടടുത്ത് നിൽക്കുന്ന ഷർട്ടിട്ടൊക്കെയാണ് പങ്കെടുത്തത്. അപ്പോൾ ശശി ഇത് പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മാർക്സിസ്റ്റുകൾ, പ്രാദേശിക നേതാക്കൾ, DYFIക്കാരൊക്കെ രംഗത്ത് ഇറങ്ങി, ഇയാൾ അഴിമതിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ശശി പങ്കെടുക്കുന്നതിനെതിരെ പാർട്ടി സന്നാഹം കൂട്ടി. ആ പശ്ചാത്തലത്തിൽ ശശി പങ്കെടുക്കുകയാണ് ആയുർവേദ ആശുപത്രി. എന്നിട്ട് ശശി നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ശശി പറയുന്നത് എന്താന്ന് വെച്ചാൽ, അഴിമതി ആരോപിക്കുന്നവർ പരിശുദ്ധരായിരിക്കണം. എനിക്കെതിരെ അഴിമതി ആരോപിക്കുകയാണല്ലോ, അവർ പരിശുദ്ധരായിരിക്കണം. എന്നിട്ട് ശശി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്നവർ മറ്റൊരാളുടെ വസ്ത്രത്തിലെ കറുത്ത പുള്ളി ചൂണ്ടിക്കാണിക്കുന്നത് മ്ലേച്ഛമാണ് എന്ന് പറഞ്ഞു. മ്ലേച്ഛമാണെന്ന് പറയുന്നത് ഒരു ബൂർഷ്വാ ഡയലോഗല്ലേ, സവർണ അല്ലേ, സവർണ ഫാഷിസത്തിലൊക്കെ പെടും. അപ്പോൾ മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്നവർ മറ്റൊരാളുടെ വസ്ത്രത്തിലെ കറുത്ത പുള്ളി ചൂണ്ടിക്കാണിക്കുന്നത് മ്ലേച്ഛമാണ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഒരു സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്, കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെ. അപ്പോൾ PK ശശിയുടെ അടുത്ത് നീയൊന്നും മുട്ടാൻ വരണ്ട എന്നാണ് ശശി പറയുന്നത്. മമ്മൂട്ടിയുടെ ഹിറ്റ് സിനിമയിലൊരു ഡയലോഗാണല്ലോ അല്ലേ? ഞാൻ അങ്ങനെ മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടൊന്നും ആയിരിക്കില്ല, പക്ഷെ ശശി പഴയ ശശി തന്നെ എന്നാണ്. അപ്പൊ പറയുന്നത് പാർട്ടിയോട് തന്നെയാണെന്നൊരു ധ്വനിയും കൂടി ഇല്ലേ? പിന്നെ പാർട്ടിയോടാണ് പറയുന്നത്, എൻ്റെ അടുത്തൊന്നും കളിക്കാൻ വരണ്ട. കാരണം അത്യാവശ്യം സ്വാധീനമൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളല്ലേ. സാമുദായിക സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ എന്നിട്ട് ശശി പറഞ്ഞു, ഉദ്ഘാടനത്തിന് ഞാൻ എത്തുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ചിലർക്ക് ബേജാറ്, പേടി. ഞാനൊരു ചെറിയ മനുഷ്യനാണ്, സാധാരണക്കാരനാണ്. മണ്ണാർക്കാടുമായിട്ടുള്ള എൻ്റെ ബന്ധം അറുത്താലും പോവില്ല. വിദ്യാർത്ഥി കാലം മുതലുള്ള ബന്ധമാണത്. ആകാശം ഉള്ളിടത്തോളം അതാർക്കും മുറിച്ചു മാറ്റാൻ കഴിയില്ല, ശശി പറഞ്ഞു പ്രസംഗിക്കുമ്പോൾ. രൂക്ഷവും തീക്ഷ്ണവുമായിട്ടുള്ള പ്രസംഗമാണ് പാർട്ടിക്കെതിരെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ UDF നേതാക്കൾക്കൊപ്പം വെള്ള കോട്ടൺ ഷർട്ട് ധരിച്ചാണ് ശശി വേദിയിലേക്ക് കയറിയത്. അപ്പോൾ VK ശ്രീകണ്ഠൻ MP പറഞ്ഞു, ഇതാണ് അങ്ങേക്ക് ചേരുന്ന വേഷം, ഖദറും കോട്ടണും ചേട്ടനും അനിയനുമാണ്. അങ്ങനെ പറഞ്ഞു. കടുത്ത നിറങ്ങൾ മാറ്റിയതായി N ഷംസുദ്ദീനും പറഞ്ഞു. കടുത്ത നിറങ്ങൾ മാറ്റിയത് നന്നായി, കടുത്ത നിറങ്ങളൊക്കെ ഉപേക്ഷിച്ചത് നന്നായി എന്ന് ഷംസുദ്ദീനും പറഞ്ഞു. അപ്പോൾ ശ്രീകണ്ഠനും ഷംസുദ്ദീനും കുഞ്ഞാലിക്കുട്ടി എല്ലാം കൂടിയിട്ട് ശശിയെ UDF-ലേക്ക് ക്ഷണിക്കുന്ന പോലെ ഒരു അരങ്ങായിരുന്നു അത്. അപ്പോൾ രാജീവ് ഗാന്ധി സ്മാരക ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയാണ് ഈ ഉദ്ഘാടനം നടന്നത്. അതിലാണ് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുന്നത്. ശശിയെപ്പോലെ ഒരാളെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കുന്നതിൽ തന്നെ രാഷ്ട്രീയം ഉണ്ടല്ലോ, വെറുതെ ക്ഷണിക്കുന്നതല്ല.
അപ്പോൾ ശശി കുറച്ച് നാളായിട്ട് ഈ പാർട്ടി നടപടിയൊക്കെ വന്നപ്പോൾ പരിപാടികളിലൊന്നും ഇല്ല, സജീവം പാർട്ടി പരിപാടികളിൽ തീരെ ഇല്ല, വിളിക്കുന്നില്ല. എം പി രാജേഷൊക്കെ എവിടുന്ന് വിളിക്കുന്നില്ല. അപ്പോഴാണ് UDF ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭ വിളിച്ചത്. അപ്പോൾ ശശി അതിന് പോയി. ഇടത് കൗൺസിലർമാർ ശശിക്കെതിരാണ്. മണ്ണാർക്കാട് നഗരസഭയിലെ ഇടത് കൗൺസിലർമാർ എതിരാണ്. ഏത് ബില്ലാൽ പറഞ്ഞാലും അപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ ഒരു DYFI സഖാവ് പറയുന്നത് കണ്ടു, ഒരു ദൃശ്യം ഞാൻ കണ്ടു. ഏത് ബില്ലാൽ പറഞ്ഞാലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല, DYFI പറഞ്ഞിരിക്കുക. അതുകൊണ്ട് കളിയൊന്നും വേണ്ട എന്ന്. നഗരസഭയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചവർ കഴുത്തറ്റം ചെളിയിലാണെന്ന് ശശിയും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ CPM-കാർ മുഴുവൻ അഴിമതിയുടെ ചെളിക്കുണ്ടിലാണ് എന്ന് ശശി പറഞ്ഞിരിക്കുന്നു. ഈ എതിരെ പറയുന്ന DYFI-കാരും ഒക്കെ ചെളിക്കുണ്ടിലാണെന്ന് ശശിയും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ DYFI-കാർ പറഞ്ഞു, രാഷ്ട്രീയ കൂട്ടുകച്ചവടം ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ഞങ്ങൾ അനുവദിക്കില്ല, രാഷ്ട്രീയ കൂട്ടുകച്ചവടം സമ്മതിക്കില്ല. DYFI മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീരാജാണ് ഈ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ബിലാൽ എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ മതി, ഈ അഴിമതിയുടെ കൂട്ടുകച്ചവടമൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. ഏത് ബിലാൽ പറഞ്ഞാലും അഴിമതി ആരോപണത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഒരുത്തൻ്റെ സർട്ടിഫിക്കറ്റും DYFIക്ക് വേണ്ട എന്നും ശ്രീരാജ് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ PK ശശി കൃത്യമായിട്ട് CPM നേതൃത്വത്തെ വെല്ലുവിളിക്കുക. കാരണം ശശിക്ക് ഈ നടപടിയൊക്കെ ഉണ്ടായപ്പോഴും പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു, സംസ്ഥാന നേതാക്കളുടെ പിന്തുണയുണ്ട്. പക്ഷെ പിന്നീട് ശശി അകറ്റി നിർത്തി. ഇപ്പോൾ ശശി അകറ്റി നിർത്തിയെങ്കിലും ആ സ്ത്രീ വനിതാ സഖാവിന്റെ ആരോപണവും പരാതി കത്തും ഒക്കെ ചർച്ച ചെയ്യേണ്ടി വന്നില്ലേ? ചർച്ച ചെയ്യേണ്ടി വന്നു. പക്ഷെ അങ്ങനെ ചർച്ച ചെയ്തെങ്കിലും ഇപ്പൊ ശശിക്ക് അപ്പോഴും ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ സമ്മേളന കാലയളവ് കഴിഞ്ഞപ്പോൾ ശശി പതുക്കെ പിന്നോട്ട് പോയി. ശശിയെ കുറെ കാലമൊക്കെ ബാലം പിന്തുണച്ചിരുന്നു. മാത്രമല്ല MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്രയും ആരോപണം ഉണ്ടായിട്ടും ആ KTDCയുടെ തലപ്പത്ത് തന്നെ ഇരിക്കുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിയിലെ ആരോപണം എങ്ങനെയാ വരുന്നത്? അതായത് ഒരു ഗ്രൂപ്പിന് ഒരാളെ ഇഷ്ടമല്ല. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ശരി വിചാരിച്ചു കഴിഞ്ഞാൽ ആ വനിതാ സഖാവിനെ കൊണ്ട് പരാതി കൊടുക്കാതിരിക്കാനും കഴിയും, വേണമെങ്കിൽ അമർത്താൻ. പക്ഷെ വനിതാ സഖാവ് പരാതി കൊടുക്കുന്നത് ഒരു ചേരിയുടെ താല്പര്യവും സമ്മർദ്ദവും കൂടി വരുമ്പോഴാണല്ലോ. അതെ, ഞങ്ങൾ പിന്നിലുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. പക്ഷെ ഇവിടെ ഇപ്പൊ ശശി ഭയക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശശി പാർട്ടിയിൽ നിന്ന് എന്തോ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നു. അങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ പടിവാതിൽക്ക് വന്ന് നിൽക്കുമ്പോൾ ഈ മണ്ണാർക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗിന് വലിയ ആധിപത്യം. കാരണം അവിടെ നമുക്കറിയാം CPയുടെ ജോസ് കെ ബേബി ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ വന്ന സ്ഥലമാണ്. പിന്നീടാണ് ഈ ഷംസുദ്ദീൻ അവിടെ വരുന്നത്, മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് നിന്ന് ജയിക്കുന്നത്. ഇപ്പം മണ്ണാർക്കാട് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് CPM-ന് വലിയ ആധിപത്യമില്ല. കാരണം CPയുടെ മണ്ഡലം കൂടെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ജോസ് ബേബിയൊക്കെ സ്ഥലമാണ്. പക്ഷെ പിന്നീട് CPക്ക് ആ സ്ഥാനം ഒന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല. CPയുടെ ജില്ലാ സെക്രട്ടറി ഒക്കെ നിന്നിട്ട് തോറ്റുപോയതാണ്. അപ്പോൾ അവിടേക്ക് ശശി വരിക എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസിലേക്കുള്ള ചൂടുവെപ്പ് അങ്ങനെ കരുതി കൂടെ നമുക്ക്? പിന്നെ UDF ക്യാമ്പിലേക്ക് പോകുക എന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം. സാധാരണഗതിയിൽ പാർട്ടിക്കാർ പാർട്ടി വിലക്കി കഴിഞ്ഞാൽ UDFന്റെ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് പോകും. കാരണം അത്രയും വലിയൊരു ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ടൊരു CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ KM മാണിയെ ഒരു സെമിനാറിനൊക്കെ ക്ഷണിക്കുക. ഈ സെമിനാറൊക്കെ വെച്ചിട്ടൊക്കെ അങ്ങനത്തെ തന്ത്രമൊക്കെ ആണല്ലോ. അതൊരു ഓപ്പറേഷൻ. ഇത് സെമിനാറൊന്നും അല്ലല്ലോ. ഒരെണ്ണത്തിൽ മുഖ്യാതിഥിയായിട്ട് ആയുർവേദ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിൽ തന്നെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ UDF ക്യാമ്പിലേക്ക്. ഒന്നാമത് ഈ പാർട്ടി ശക്തമായിരിക്കുന്ന ഇടയ്ക്ക് ജീവനിൽ ഭീഷണിയുള്ളവരൊക്കെ വേറൊരു ക്യാമ്പിൽ പോയാലേ സംരക്ഷണം കിട്ടുള്ളൂ. അപ്പൊ ശശിക്ക് സംരക്ഷണത്തിൻ്റെയൊക്കെ ആവശ്യമില്ലേ? മാത്രമല്ല ഈ സരിൻ കോൺഗ്രസിൽ നിന്ന് പോയ ഒരു ഗ്യാപ്പില്ലേ, എന്നാ പിന്നെ ശശി വരട്ടെ എന്ന് കോൺഗ്രസിന് വിചാരിക്കുകയും ചെയ്യാം. അത് മാത്രമല്ല സാർ, ഇപ്പം ഈ ഷൊർണൂർ മേഖല, ഒറ്റപ്പാലം മേഖലയ്ക്കാണ് ശശിക്ക് സ്വാധീനം. അവിടെ നിന്ന് ഈ പറയുന്ന KS സലീഗ അവരിപ്പം നേതൃത്വത്തിലേക്ക് വന്നു, ഒരു തലപ്പത്തേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം മറ്റേ MR മുരളി വീണ്ടും വന്നു. അപ്പം മുരളി സലീഗ തുടങ്ങിയ നേതാക്കൾ വീണ്ടും ശക്തി ആർജിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശശിയുടെ സ്ഥാനത്തിന് അവിടെ കാലിൻ്റെ ചുവട്ടിലെ മണ്ണിളകി പോകുന്നു എന്നർത്ഥം. അപ്പോൾ ശശി സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ പിന്നെ സമുദായം നോക്കിയ ഈ പറഞ്ഞ ആളുകളുടെ ഒന്നും സമുദായം അല്ല ശശി. ശശിക്ക് അവിടെ സ്വാധീനം, കുറച്ച് സവർണ ഒരു ആധിപത്യമുള്ള സ്ഥലമല്ലേ. പിന്നെ മാത്രമല്ല അയാളൊരു അഹംഭാവം നിലനിർത്തുന്ന ഒരാളായതുകൊണ്ട് തന്നെ CPM-ൽ ഒരു വിഭാഗം അണികൾക്ക് ഇയാളെ ഇഷ്ടമല്ലായിരുന്നു.
അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുകയാണെങ്കിൽ പൊതുവെ സഖാക്കൾക്കൊക്കെ അഹംഭാവം ഇല്ലേ? ഉണ്ട്, പൊതുവെ ഉണ്ട്. ശശിക്ക് അതിനപ്പുറത്തേക്ക് കൂടുതലാണ് ഉണ്ട്. അപ്പോൾ സാറിന് ശശി ഉയർന്നു വന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ MR മുരളിയെ വെട്ടി നിരത്തി. സലീഗ ഒന്നുമല്ല, സലീഗ ഒരു തവണ 2 തവണ കൊണ്ട് MLA ആയതാണ്. പക്ഷേ അവർക്കൊന്നും അവിടെ സ്ഥാനമില്ലാതായി. ഇയാളാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ വരെ ആധിപത്യം സ്ഥാപിച്ചത്. ഇപ്പോൾ പതുക്കെ സ്ഥാനങ്ങൾ കുറയുന്നു, ആധിപത്യം കുറയുന്നു. അപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത തവണ വരുമ്പോൾ ശശി UDF മത്സരിക്കുമോ? UDFന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല, ഈ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ളൊരു സ്ഥലത്ത് പറയേണ്ട ഡയലോഗ് തന്നെയാണ് ശശി പറഞ്ഞത്. അതാണ് ബിലാൽ പഴയ ബിലാൽ തന്നെ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അത് കൊള്ളാം, ഒരു കാല് വെക്കുകയാണ്. അതെ, ഇനി യുദ്ധം നടക്കട്ടെ. ശശിക്ക് എല്ലാ ഭാവുകങ്ങളും നേരാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.